സോ അടുത്തത് നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഗെയിൻ വർക്ക് എനർജി തിയറം വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ തന്നെയാണ്. ഓക്കെ, നൗ അത് ഏത് ടോപ്പിക്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും. നമുക്ക് മനസ്സിലാകുന്നത് അത് വർക്ക് എനർജി തിയറം അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? The bob of a pendulum was released from horizontal position. The length of the pendulum is 10 meter. If it dissipates 90% of its initial energy against air resistance, the speed with which the bob arrives at the lowest point is എന്നാണ് ചോദ്യം. And they ask us to take g equal to 10 meter per second square എന്നും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ബോബ് തന്നിട്ടുണ്ട്. ആ ബോബിനെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനാണ് വെക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഫിഗർ പറഞ്ഞ് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. സോ ഈ ബോബ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഈ ഒരു പൊസിഷനിലോട്ട് വരുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് കാരണം എ എന്ന് പറയുന്ന പോയിന്റിൽ എത്രമാത്രം എനർജി അത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നുവോ അതിൻ്റെ 10% എയർ റെസിസ്റ്റൻസ് കാരണം നഷ്ടപ്പെടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടായിരുന്ന എനർജിയുടെ 90% മാത്രമല്ലേ കാണുകയുള്ളൂ? ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തി നിൽക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ അതുവഴി പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാകുന്നല്ലോ. സോ ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളതിനെ വിടുന്നത്. സോ എ എന്ന് പറയുന്ന പൊസിഷനിൽ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തിരുന്ന എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? എം ജി ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് പെൻഡുലത്തിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പോയിന്റിൽ, സോ എയിൽ ഉണ്ടായിരുന്ന എനർജി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ആയിട്ട് എടുക്കുന്നു. ശരിയല്ലേ? ഇനി ബിയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ എം ജി എച്ച് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾക്കറിയാം. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി കംപ്ലീറ്റ്ലി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ എനിക്ക് പറയാൻ പറ്റും ഹാഫ് ഓഫ് എം ഇൻറ്റു എന്ത്? വി സ്ക്വയർ എന്ന് പറയുന്നത് എം ജി എച്ചിൻ്റെ 90% ആയിരിക്കണം. ശരിയല്ലേ? അതായത് 0.9 അല്ലെങ്കിൽ 9/10 ടൈംസ് എന്തായിരിക്കും? 9/10 ടൈംസ് എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്ന് പറയാൻ പറ്റും. എം ഇവിടുന്ന് കട്ടായി പോയിക്കോളും. ശരിയല്ലേ? നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നോക്കിയേ മക്കളെ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു നോക്കിയേ 2 ഇൻറ്റു 9/10 ഇൻറ്റു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ജീൻ്റെ വാല്യൂ എത്ര എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? പെൻഡുലത്തിൻ്റെ ലെങ്ത് തന്നെയാണ്. സോ അതെന്തായിട്ട് വരും? 10 ആയിട്ട് തന്നെ വരും. ക്ലിയർ ആണല്ലോ. സോ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മക്കളെ ഇത് ഇവിടുന്ന് ക്യാൻസലായി പോകും. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 20 എന്ന് വരുന്ന കാണാൻ പറ്റും. വിച്ച് മീൻസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു, ഞാനിതിനെ 20നെ 5 ഇൻറ്റു 4 എന്ന് എഴുതി. ബിക്കോസ് നമുക്ക് വി ആണ് വേണ്ടത്. സോ സ്ക്വയർ റൂട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ഫൈനലി ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 വരണം. ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരണം മക്കളെ? 2 വരണം. സോ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ ഇങ്ങനെയാണ്. വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2, റൂട്ടിന് വെളിയിൽ വന്നതാണ്, അണ്ടർ റൂട്ട് ഓഫ് 5, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു 3 2 6 റൂട്ട് 5 എന്ന ആൻസറോട്ട് നമുക്ക് എത്താൻ പറ്റും.